കൊച്ചി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ 1:45 മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നിലവിലെ ചികിത്സ തൃപ്തികരമെന്നും സംഘം വിലയിരുത്തി. തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രി 11 മണിയോടെയാണ് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തിയത്. 2 മണിക്കൂറോളം എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. മെഡിക്കൽ റിപ്പോർട്ടുകൾ വിലയിരുത്തി. റിനയിലെ ഡോക്ടർമാരുടെ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഡോക്ടർ ജയകുമാറിന് പുറമെ ഡോക്ടർമാരായ ആർ. രതീഷ് കുമാർ, ഫിലിപ്പ് ഐസക്, പി.ജി. അനീഷ്, സിജോ ജോസഫ്, ജോസ് ജോൺ എന്നിവരാണ് വിദഗ്ധ സംഘത്തിലുണ്ടായിരുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധനകൾ. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എംഎൽഎ ഉള്ളത്. ശ്വാസകോശത്തിനും വാരിയലിനും തലച്ചോറിനും പരിക്കുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക മെഡിക്കൽ ടീമിനെ ചികിത്സയ്ക്കായി നിയോഗിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് കാൽവഴുതി വീണാണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്ക് പറ്റിയത്. നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. ഗ്യാലറിയുടെ വശത്ത് നിന്ന് എംഎൽഎ താഴേക്ക് വീഴുകയായിരുന്നു. ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണ് തലയ്ക്ക് പരിക്കേറ്റു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തസന്ധ്യക്കിടയിലായിരുന്നു അപകടം. സ്റ്റേഡിയത്തിൽ VIP-കൾക്കായി 40 കസേരകൾ ഇട്ടിരുന്നു. അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് നടന്നു വന്നപ്പോഴാണ് എംഎൽഎ താഴേക്ക് വീണത്.